പരിശുദ്ധ അമ്മയുടെ ഈ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ കുമ്പസാരത്തിൻ്റെ ദിവസമാണിന്ന്. നമ്മളുടെ ഒരുപക്ഷെ രാവിലെ മുതൽ നമ്മൾക്ക് തരുന്നൊരാശയം, നമ്മൾ ദൈവ മക്കളാണ്. ആണോ? ആ ഒരു ആശയത്തെ നമ്മളിന്ന് മുഴുവനും ചിന്തിക്കുകയാണ്. ആ ദൈവമക്കൾ ഉണ്ടോ? നമ്മൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ഈ സപ്ര പ്രാർത്ഥനയിലൂടെയൊക്കെ നയിക്കണമായി തോന്നുന്നു, ഇല്ലേ? 261 പേജിൽ കേട്ടു, മിശിഹായോ നിങ്ങൾ അവനിൽ വസിക്കുവിൻ, മിശിഹായോ നിങ്ങൾ മുതരിൽ നിന്നും ഉയർത്തെങ്കിൽ താതനോടൊപ്പം ആരും. അതായത് നമ്മൾ പിതാവിനോടൊപ്പം വാഴുന്നവരാണ്. നമ്മൾ യേശുവിനോടൊപ്പം ഉയർത്തുവെങ്കിൽ നമ്മൾ ആരാണ്? ദൈവ മക്കളാണ് നമ്മൾ. അടുത്തത് കേട്ടോ, അടുത്തത് നമ്മുടെ സേവനം സ്വർഗത്തിലാകുന്നു. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലേ ഇന്നവരെ? എവിടെയാ നമ്മുടെ സേവനം? കണ്ടോ, ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ വായിക്കണത്. പക്ഷേ നമ്മൾ പറഞ്ഞ ആശയങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈസ് ഇറ്റ് മാച്ചിങ്? ഇത് സിങ്ക് ആവുന്നില്ലേ കൃത്യമായിട്ട്? നമ്മുടെ സേവനം സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ സേവനം സ്വർഗത്തിലാണ്. നാഥനടുത്തു നിരാമയൻ ജീവൻ ഭൗമിക ചിന്ത ഇടിഞ്ഞു. കണ്ടോ, ഈ ഭൗമികമായ ചിന്ത ഇതിപ്പോൾ സന്യാസിമാർക്ക് മാത്രമുള്ളതല്ലോ, എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉള്ളതല്ലേ? എന്താണ് നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ അവസ്ഥ? എല്ലാവരും ഭൗമികമായ എന്തോ ഒരു പടുത്തുയർത്തലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുറ്റം പറയാല്ല. അത് നമ്മളെങ്ങനെ രാജ്യം, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല എന്ന് പറയുന്നത് ഭൗമികമായ. അപ്പോൾ പൗലോസ്ലീഹ അത് പറയുന്നത് തന്നെയാണ് ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്നതിനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്നതിനെക്കുറിച്ചോ ആകുലരാകണ്ട. വിജാതീയരാണ് അങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. അത് വേറൊരു വേർഷനിൽ പൗലോസ്ലീഹ പറയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും. Righteousness, peace and joy in the Holy Spirit. Righteousness. Okay. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ ജീവൻ മിശിഹായ അന്ത്യവിധിക്ക് അവൻ എത്തുമ്പോൾ, മിശിഹ അന്ത്യവിധിക്ക് എത്തുമ്പോൾ നമ്മളെവിടെ നിൽക്കും? എവിടെ നിൽക്കും? നമ്മൾ തീയിലേക്ക് എറിയപ്പെടുമോ? പറയും. അപ്പം എന്തിനാണ് നമ്മളിപ്പോഴേ അതിനെക്കുറിച്ച് ചിന്തിക്കണേ? നമ്മളിപ്പോഴേ തന്നെ യുഗങ്ങളുടെ ആരംഭം മുതലേ തന്നെ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ആ മഹത്വത്തിൻ്റെ രാജ്യം നിങ്ങൾ സ്വന്തമാക്കുവിൻ. യുഗങ്ങളുടെ ആരംഭം മുതലേ അവനോടൊത്ത് മഹത്വത്തിൽ പങ്കാളികളായിത്തീരും. അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഈ ഗാനം ആലപിക്കുമ്പോൾ വീണ്ടും നമ്മൾ അമ്മയുടെയും ആ മാതൃസ്ഥാനത്ത് ഈശോ നമുക്ക് ഇതാണ് നിങ്ങളുടെ അമ്മ എന്ന് പറയുന്നത്, നമ്മൾക്ക് നൊവേനയൊക്കെ ചൊല്ലിയുള്ള കാര്യങ്ങൾ സാധിച്ച് ഇവിടുത്തെ വീട്ടുകാരുടെ കാര്യവും നാട്ടുകാരുടെ കാര്യവും ഈ ലോകത്തിൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയല്ല. സ്വർഗീയമായ ഒരു ജീവിതം ഇവിടെ വെച്ച്, സ്വർഗീയമായ ജീവിതം ഇവിടെ വെച്ച് ലഭിക്കുന്നതിന് നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥം എടുത്ത് പ്രാർത്ഥിക്കാം. യെസ്, സ്റ്റാർട്ട്.
പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവു നിറഞ്ഞു. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവു നിറഞ്ഞു. പരിശുദ്ധനാം ദൈവപുത്രൻ ജനിച്ചു, പരിശുദ്ധിയിലേക്കു നമ്മെ നയിച്ചു, പരിശുദ്ധിയിലേക്കു നമ്മെ നയിച്ചു. പരിശുദ്ധിയിലേക്കു നമ്മെ നയിച്ചു, പരിശുദ്ധിയിലേക്കു നമ്മെ നയിച്ചു. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവു നിറഞ്ഞു. ആത്മാവിൻ പൂരിതയാം മറിയത്തിൻ അഭിവാദനം കേട്ടപ്പോ ആത്മാവിൽ പൂരിതയാം മറിയത്തിൽ അഭിവാദനം കേട്ടപ്പോ കുതിച്ചു ചാടി ശിശു എലിസബത്തിനുദരത്തിൽ. കുതിച്ചു ചാടി ശിശു എലിസബത്തിനുദരത്തിൽ പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവു നിറഞ്ഞു. മറിയത്തിലൂടെ ഈശോയ്ക്ക് ജന്മം നൽകിയ ആത്മാവ് മറിയത്തിലൂടെ ഈശോയ്ക്ക് ജന്മം നൽകിയ ആത്മാവ് മറിയത്തിലൂടെ സഭയ്ക്ക് ജന്മമേകി. മറിയത്തിലൂടെ സഭയ്ക്ക് ജന്മമേകി. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവു നിറഞ്ഞു. പരിശുദ്ധനാം ദൈവപുത്രൻ ജനിച്ചു, പരിശുദ്ധിയിലേക്കു നമ്മെ നയിച്ചു, പരിശുദ്ധിയിലേക്കു നമ്മെ നയിച്ചു. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവു നിറഞ്ഞു. പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അമ്മ എലിസബത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വലിയ അത്ഭുതകരമായൊരു സംഭവമാണ്. പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഒരു സംയോജനം ആണ് അവിടെ നടന്നത്. പഴയ നിയമത്തിൻ്റെ വക്താക്കളായ, പഴയ നിയമത്തിൻ്റെ
നീതിയിൽ വിശ്വസിച്ചിരുന്ന, മോശയുടെ നിയമം കണിശമായിട്ട് പാലിക്കുന്ന ആ നീതിയിൽ ആണല്ലോ എലിസബത്തും സക്കറിയായും ആയിരുന്നത്, ഇല്ലേ? അവർ പഴയ നിയമത്തിൻ്റെ ആ നീതിയിലാണ്. ആ പഴയ നിയമത്തിൻ്റെ ആ നീതിയിലാണെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാതെ ഗർഭിണിയാകുന്ന അവസ്ഥയിൽ എന്തായിരിക്കണം എലിസബത്തിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്ത? നമുക്ക് പറയാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് വലിയൊരു അവസ്ഥയാണില്ലേ. പക്ഷേ ആ ചിന്ത പോലും വരാത്ത മാതിരി മറിയം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് കാലുകുത്തിയപ്പോൾ പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുകയാണ്. മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ സക്കറിയായുടെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവിടെ മറ്റാരെല്ലാമാണ് വന്നിരിക്കുന്നത്? മറ്റാരെല്ലാമാണ് അവിടെ വന്നിരിക്കുന്നത്? ഈശോയും പരിശുദ്ധാത്മാവും. കുതിച്ചു ചാടി, ഉണ്ടോ? കുതിച്ചു ചാടി. ഒരിക്കൽ ഒരു ചാപ്റ്ററിന് മുൻപ്, CMCയുടെ ഒരു ചാപ്റ്ററിന് മുമ്പ് എന്നെ വിളിച്ച് ചാപ്റ്റർ മെമ്പേഴ്സിനൊരു ചെറിയ പ്രിപ്പറേഷന് വേണ്ടി ഒരു ടോക്ക് കൊടുത്തപ്പോൾ എന്തെങ്കിലും പുതിയ ആശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആശയം ഇതാണ്: നമ്മുടെ ഇന്നത്തെ എല്ലാ കോൺഗ്രിഗേഷനിലും ഒരു ചലഞ്ച് ദൈവവിളി, പുതിയ കാൻഡിഡേറ്റ്സിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആശയം ഇതാണ്: കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ ദൈവവിളി കിട്ടാൻ, ദൈവവിളി ക്യാമ്പുകളൊക്കെ നടത്താൻ നമ്മൾ 15, 16, 17 വയസ്സുള്ള പെൺകുട്ടികളുടെയാണല്ലോ നോക്കുന്നത്. അതുപോരാ. ഇനി നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകണം? ദൈവവിളിക്ക് ഗർഭിണികളുടെ അടുത്തേക്ക് പോകണം. ഗർഭിണികളുടെ ഒരു ശുശ്രൂഷ, ഗർഭിണികൾക്ക് വേണ്ടി നിങ്ങളൊരു ശുശ്രൂഷ ആരംഭിക്കുകയാണെങ്കിൽ, ആ ഗർഭിണികളോട് നിങ്ങൾ സങ്കീർത്തനവും വചനവും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ ഗർഭസ്ഥ അവസ്ഥയിലാണല്ലോ ദൈവവിളി ഉണ്ടാകുന്നത്. എന്താ നമ്മുടെ ശാസ്ത്രം? മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ വിളിച്ചു. അവിടെയാണ് വൊക്കേഷൻ ക്യാമ്പ് നടത്തേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും? കുതിച്ച് ചാടും ശിശു. മനസ്സിലായോ? ആ കുതിച്ച് ചാടുക എന്നത് ദൈവവിളിയാണത്. എവിടെ വെച്ച് ചാടണം? അപ്പോൾ നിങ്ങളെല്ലാം കുതിച്ച് ചാടിയിട്ടുള്ളതാണ്. എവിടെ വെച്ച്? അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവ് മറിയത്തിൽ നിന്നും, കണ്ടോ, മറിയത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് എലിസബത്തിലേക്ക് പകർത്തപ്പെടുന്നു. ആരും ചോദിച്ചില്ല പരിശുദ്ധാത്മാവിന് തരണേന്നോ വല്ലതും, ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരുപാട് കാര്യം പഠിപ്പിക്കൊന്നും വേണ്ട. പരിശുദ്ധാത്മാവിനറിയാം അതിൻ്റെ ഒരു എക്കോണമി ഓഫ് സാൽവേഷൻ, രക്ഷാകര സംഭവത്തിൻ്റെ ചാലക ശക്തിയാണ് പരിശുദ്ധാത്മാവ്. രക്ഷാകര യുഗാന്ത്യത്തിൻ്റെ ചാലക ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ അഭിവാദനം കേട്ട മാത്രയിൽ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൻ്റെ വക്താക്കളായ സക്കറിയയിലേക്കും എലിസബത്തിലേക്കും പ്രവേശിച്ചു. പഴയ നിയമത്തിൻ്റെ നീതി അനുസരിച്ച് എലിസബത്തിന് മറിയം ഗർഭിണിയാണെന്നുള്ള യാതൊരു വിവരവും ഇല്ല. ഉണ്ടോ? ഇവിടെ മാലാഖ പറഞ്ഞിട്ട് 2-3 ദിവസമായിട്ടുണ്ടാവുള്ളൂ. സാധാരണ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലാണ് അവൾക്ക് തന്നെ അത് മനസ്സിലാവണത്? ഇല്ലേ? നിങ്ങൾ ഗൈനക്കോളജിസ്റ്റുമാരൊക്കെ ഉണ്ടാവുമായിരിക്കും. അടുത്ത പീരീഡ് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഗർഭിണിയാണെന്ന്.
പിന്നെ പോയി ടെസ്റ്റൊക്കെ നടത്തി അങ്ങനെ ഏതാണ്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവിടെ പിറ്റേ ദിവസം തന്നെ മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ആത്മാവ്, പരിശുദ്ധാത്മാവ് മറിയത്തിൽ നിന്നും എലിസബത്തിലേക്ക് ചാടി. എലിസബത്തിൻ്റെ ആ ഒരു, ഞാനത് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എലിസബത്തിനുണ്ടായ ഒരു എമോഷണൽ ഔട്ട്ബസ്റ്റ്, ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഉച്ചത്തിൽ അങ്ങ് പ്രഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള, എന്തൊരു വലിയ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടന്നത്. എന്താ പറഞ്ഞത്? എൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എൻ്റെ കർത്താവിൻ്റെ, ഒരാൾ എന്നോട് ചോദിച്ചു, അതെങ്ങനെയാണ് ഈ മറിയം പരിശുദ്ധാത്മാവിലെ ഗർഭം ധരിച്ചു എന്ന് പറയണത്? സാർ ഒന്ന് പ്രൂവ് ചെയ്യാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഐ ബിലീവ്. വേറൊരാൾ ചോദിച്ചു, ദൈവത്തിന് അമ്മയോ? ദൈവമല്ലേ എല്ലാവരെയും സൃഷ്ടിക്കണേ, ദൈവം സൃഷ്ടാവല്ലേ, ആ സൃഷ്ടാവായ ദൈവത്തിന് പിന്നെ അമ്മ എങ്ങനെ ഉണ്ടാവണേ? നിങ്ങൾ എന്തോരം മണ്ടന്മാരാണ്. മനസ്സിലായോ? അതാണ് മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ. അങ്ങനെയാണ് മദർ ഓഫ് ഗോഡ് എന്ന, മേരി ഈസ് ദ മദർ ഓഫ് ഗോഡ്. മദർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞെല്ലാവരും, മദർ ഓഫ് ഗോഡ്. എന്തോ ഒരു കോൺഫ്ലിക്റ്റാണ് ആ വാക്കിൽ, മദർ ഓഫ് ഗോഡ് എന്നാ സത്യമാണ് കാര്യം. ഇത് എലിസബത്തിൻ്റെ ബുദ്ധിയിൽ വന്ന ഒരു വാക്കാണോ അത്? ഒരിക്കലുമല്ല. പരിശുദ്ധാത്മാവ് മറിയത്തിൽ നിന്നും എലിസബത്തിലേക്ക് കടന്ന ഉടനെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഇലൂമിനിങ്, എൻലൈറ്റനിങ്, എംപവറിങ്, ഇതാണ് ജോൺ പോൾ രണ്ടാമൻ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. മറിയത്തിൽ നിന്നും പരിശുദ്ധാത്മാവ്, റിവലേഷൻ, ഇലൂമിനിങ്, എംപവറിങ്, എൻലൈറ്റനിങ് എലിസബത്തിൽ വന്നിട്ട് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒരു പ്രൊഫറ്റിക് പ്രഖ്യാപനമാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഈ തരത്തിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ആ ദൈവനീതിയുടെ ഒരു ത്രെഡാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. ദൈവനീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോ പറഞ്ഞു, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ നമ്മൾ ദൈവനീതി മനസ്സിലാക്കാൻ വേണ്ടി കുറേയും കൂടി ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവനീതി മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ബൈബിള് മുഴുവനും മനസ്സിലാവുള്ളൂ. ദൈവനീതി എന്നത് മോശയിലൂടെയുള്ള മോശയിലൂടെ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഫരിസേയരും നിയമജ്ഞരും പറയുന്ന നീതി അല്ല ദൈവനീതി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്ന് കൈവീശി കാണിച്ചേ. ഇച്ചിരി കഠിനമാണിത്. പക്ഷേ അപ്പോൾ ഇത് വലിയൊരു പോയിൻ്റാണ് കേട്ടോ. ദ ഗേറ്റ് വേ. ഞാനീ പറയണതെല്ലാം ജോൺ പോൾ രണ്ടാമൻ്റെ ടീച്ചിങ് ആണ് കേട്ടോ. അത് ഓരോന്നും കോട്ട് ചെയ്ത് എടുത്ത്
പഴയ നിയമത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീയുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. എല്ലായിടത്തും പറഞ്ഞേക്കണത് അഭിഷിക്തൻ, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ മാലാഖ വന്നിട്ട് പറയാണ്, സ്ത്രീയെ നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. സന്തോഷമായി ഇല്ലേ? അത് വലിയൊരു പോയിൻ്റായിട്ടാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, മറിയത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറിയം ഗർഭിണിയായിരിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ. ആ മറിയം വന്നിട്ട് സക്കറിയായുടെ വീട്ടിൽ വന്നിട്ട്, സക്കറിയായിലാണോ പരിശുദ്ധാത്മാവ് നിറഞ്ഞത്, അതേ സക്കറിയായുടെ പെണ്ണിലാണോ? ഞാൻ ഈ പെണ്ണെന്നുള്ള ആശയം പറയാണ്. അപ്പോൾ അതിൽ ജോൺ പോൾ രണ്ടാമൻ പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ഒരു പ്രാക്ടീസ്, ഒരു ഇസ്രായേലിൻ്റെ ഒരു പ്രാക്ടീസ്, സ്ത്രീകൾക്ക് അങ്ങനെ വലിയ മുൻഗണന കൊടുക്കാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഈശോയുടെ തന്നെ പ്രാക്ടീസ് സ്ത്രീകളെല്ലാം കൂടെ കൊണ്ട് നടന്ന് അവരെ സ്നേഹിച്ച് പോകുന്നൊരു പ്രാക്ടീസാണ്. അപ്പോൾ മറിയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭം. ആ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മറിയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതിന് ശേഷം മറ്റൊരു സ്ത്രീ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയും അവളുടെ ഗർഭത്തിൽ ആയിരിക്കുന്ന സ്നാപകൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്ന തിരുവചനം പൂർത്തിയാക്കപ്പെടുകയും ചെയ്യാണ്. ഇത് മനോഹരമായൊരു ചിന്തയാണ്. പഴയ നിയമവും പുതിയ നിയമവും സംഗമിക്കുന്ന ഒരു അവസ്ഥയാണ് സക്കറിയായുടെ ഭവനം. പഴയ നിയമത്തിൻ്റെ കർക്കശത മുഴുവനും ഉണ്ടായിരിക്കെ ആ കർക്കശത മുഴുവനും അറിയാവുന്ന എലിസബത്ത് മറിയം ഗർഭിണിയാണെന്ന് പരിശുദ്ധാത്മാവിലൂടെ മനസ്സിലാക്കിയിട്ട് പഴയ നിയമത്തിലെ വല്ല സ്വഭാവവും എടുത്തോ? പഴയ നിയമത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ എന്തെല്ലാം അവിടെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഒരു പെൺകുട്ടി വിവാഹിതയാകാതെ പുരുഷനോടൊപ്പം വസിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയാണെന്നറിഞ്ഞാൽ, പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വിസ്മരണീയതയാണ്. അവിടെ പുതിയ നിയമം പഴയ നിയമത്തെ ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മറിയത്തെ കണ്ടിട്ട് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം. ഓക്കെ, ഇത്രയും നിൽക്കട്ടെ. ഇനി നമ്മൾ വിശുദ്ധന്മാരുടെ ലുത്തിനിയ ഇപ്പോൾ പാടുമ്പോൾ, ഇന്നലെ നമ്മൾ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ കുറിച്ചാണ് ചിന്തിച്ചതെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുപോലെയുള്ള മറിയം, എലിസബത്ത്, സാധാരണ പെണ്ണുങ്ങൾ. മറിയം മഗ്ദലേന ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കന്യാസ്ത്രീ എന്ന് അവരെ പറയാമോ? സാധാരണഗതിയിൽ ആരും പറയില്ല, ഇല്ലേ? അവളാണ് ഒരു വലിയ വിശുദ്ധ. ജോൺ പോൾ രണ്ടാമൻ പറയും, ഷീ വാസ് സെഡ് ടു ബി ദ അപ്പോസൽ ഓഫ് ദ അപ്പോസൽ. ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം മറിയം മഗ്ദലേനയ്ക്കാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, നീ പോയിട്ട് അപ്പസ്തോലന്മാരോട് പറയുക. എന്നാലോചിച്ച് നോക്കിയേ, അവളുടെ വിളിക്കുള്ളിലെ വിളി എന്താന്ന്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായിട്ട് അവൾ അയക്കപ്പെടുകയാണ്. എന്ത് അർഹതയുണ്ടായിട്ടാണ്! എന്തോ ഒരു വലിയ പാപിയായിരുന്നു അവൾ. എത്ര പിശാചിനെ അവളിൽ നിന്നും പുറത്തിറക്കി. ഇങ്ങനെ
പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ നിരവധി വിശുദ്ധർ ഇങ്ങനത്തെ വലിയ പാപികളായിരുന്നു. അഗസ്തീനോസ് 33 വയസ്സ് വരെ ദൈവത്തെ അറിയാതെയോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് അവിഹിത ബന്ധത്തിലും മദ്യപാനത്തിലും തെറ്റായ ജീവിത രീതിയിലും വലിയ പാപാവസ്ഥയിലായിരുന്ന ആ അഗസ്തീനോസ്, അവിഹിത ബന്ധത്തിലൂടെ ഒരു കുഞ്ഞു വരെ ഉണ്ടായിരുന്ന അഗസ്തീനോസ്, പിന്നീട് അഗസ്തീനോസ് ആ യേശു അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു വിശുദ്ധനായിട്ട് മാറി. ഈ അഗസ്തീനോസിൻ്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞ് അദ്ദേഹം ഒരു പുതിയ സൃഷ്ടിയായി മാറി. അങ്ങനെ ഇരിക്കെ ഇയാൾ കൂടെ കിടന്നിരുന്ന ആ പെണ്ണ് ഒരിക്കൽ വഴിവെക്കിന് ഇയാളെ നോക്കിയിരുന്നിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുപോകാൻ അവിടെ നിന്നു. അയാളുടെ പുറകെ ഓടി വന്നു. അഗസ്തീനോസേ, നിനക്ക് എന്ത് പറ്റി? ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ നിന്റെ ആ പെണ്ണ് തന്നെയാണ്. ഞാൻ നിന്റെ ആ പഴയ സുഹൃത്താണ്. അഗസ്തീനോസ് പറഞ്ഞു, പക്ഷേ ഞാൻ ആ പഴയ അഗസ്ത്യല്ല. ഞാൻ ആ പഴയ അഗസ്ത്യല്ല. അതാണ് ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത്. ഞാൻ ആ പഴയ അഗസ്ത്യല്ല. ഐ ആം എ ഡിഫറെൻറ്റ് മാൻ. ഐ കനോട്ട് ഡു എനിത്തിങ് നൗ ഓഫ് ദ പാസ്റ്റ്. അങ്ങനെയുള്ള ഒരു സെറ്റ് വിശുദ്ധന്മാരാണ്. ജീവിതത്തിൽ നിരവധി പാപങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്നവരും, ചിലവർ മണ്ടനാണെന്നും പറഞ്ഞുകൊണ്ട് തൊഴുത്തിൽ വേലയ്ക്ക് നിർത്തിയിരുന്നതാണ് കുപ്പർട്ടീനോ, ജോസഫ് കുപ്പർട്ടീനോ. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നൊന്ന് പുറത്താക്കാൻ വേണ്ടി അമ്മ കൊവേന്തയിൽ കൊണ്ടുവന്ന്, ആങ്ങളെ കൊവേന്തയിൽ സുപ്പീരിയർ ആയതിൻ്റെ പേരിൽ പറഞ്ഞ് എവിടെയെങ്കിലും അവന് വല്ല തൊഴുത്തിൽ പുല്ല് വരാനൊക്കെ ആയിട്ട് അവിടെ നിർത്ത്, കൊവേന്തയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉണ്ട്, അവൻ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്ക്, ഇവിടെ എനിക്ക് ശല്യമാണ്. പെങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ പ്രിയോരച്ഛൻ എന്നാൽ ഇങ്ങോട്ട് വിട്, ഇവിടെ തൊഴുത്തിൽ ചാണകം വാരണം, പുല്ല് പറിക്കണം, ഇതൊക്കെ ശരി. അപ്പം ഈ തൊഴുത്തിൽ മണവും ഇതൊക്കെ ഉള്ള പേര് ഈ കൊവേന്തയുടെ അകത്തേക്ക് അവനെ കയറ്റേയില്ല, ബാക്കിയുള്ള അച്ഛന്മാരും ബ്രദേഴ്സും. ജനറൽ അച്ഛൻ്റെ വിസിറ്റ് വന്നപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, എന്ത് ചെയ്യും? ജനറൽ അച്ഛൻ ഇപ്പോൾ തൊഴുത്ത് വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കുപ്പർട്ടീനോനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് നമുക്ക് പതുക്കനെ അങ്ങേരെ തൊഴുത്തിൽ കൊണ്ടുപോകാണ്ട് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ലോക്കൽ സുപ്പീരിയേഴ്സ് പറഞ്ഞു. ജനറൽ അച്ഛനോട് പറഞ്ഞു, തൊഴുത്ത് ഞങ്ങൾ അങ്ങനെ റെഡിയാക്കിയിട്ടില്ല അങ്ങയെ കാണിക്കാനായിട്ട്. അല്ല, അത് കുഴപ്പമില്ല, ഞാൻ കണ്ടോളാം. അയ്യോ, പ്രശ്നമായി. ജനറൽ അച്ഛൻ്റെ കൂടെ പോണ അസിസ്റ്റൻ്റ് അച്ഛന്മാരല്ലോ, ഇപ്പം എന്ത് ചെയ്യും? കുപ്പർട്ടീനോനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇങ്ങേരെ ഇവിടെ എന്തിനു നിർത്തിയേക്കണു? ഉടുപ്പൊക്കെ ഉണ്ട് താനും. നോക്കിയപ്പോൾ കുപ്പർട്ടീനോനെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ തൊഴുത്ത് പറഞ്ഞ് ഇത് പശുക്കൾ, ആടുകൾ, ഇതാണ് പുല്ല്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വൈക്കോലിൻ്റെ അകത്തുനിന്ന് ഒരു കൈ ഇങ്ങനെ പുറത്തേക്ക് വരണം. വാട്ട് ഈസ് ദാറ്റ്? അപ്പോൾ പതുക്കനെ കുപ്പർട്ടീനോ ഇങ്ങനെ പൊങ്ങി വരികയാണ്. ഇതാരാ? അത് ഇവിടെ ചാണകമൊക്കെ വരാനായിട്ടുള്ള ഒരാളാണ്, ജോസഫ് ഓഫ് കുപ്പർട്ടീനോ. നീ എന്താ ഇവിടെ ചെയ്യണേ? ജനറൽ ചോദിച്ചു. അപ്പോൾ ഈ വൈക്കോലിൻ്റെ അകത്തുനിന്ന് 2 കുഞ്ഞ് ആട്ടുംകുഞ്ഞുങ്ങളിങ്ങനെ പൊക്കിയെടുത്ത്, ഞാൻ ഈ ആട്ടുംകുഞ്ഞുങ്ങൾ ഇപ്പം പിറന്ന് വീണതാ, അതിനിത്തിരി ചൂട് കൊടുക്കുകയായിരുന്നു. ഓ, ജനറൽ അച്ഛൻ പറയുകയാണേ, ഹീ ഈസ് ദ റിയൽ ഫ്രാൻസിസ്കൻ. ഇവനാണ് യഥാർത്ഥ ഫ്രാൻസിസ്കൻ. മനസ്സിലായോ? ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയിൽ ഫ്രാൻസിസിന് ചെന്നായിയോട് വരെ സ്നേഹമല്ലേ, മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമല്ലേ ഫ്രാൻസിസിന്, നേച്ചറിനോട് സ്നേഹമല്ലേ.
അത് മുഴുവനും ജനറാളച്ചനിലുണ്ട്. ആ ആട്ടുംകുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, 99 നല്ല ആടുകളെയും വിട്ട് വഴിതെറ്റിപ്പോയ ഒന്നാടിൻ്റെ പുറകെ പോയ ആ വചനവും പറഞ്ഞുകൊണ്ട് ഹീ ഈസ് ട്രൂലി എ ഫ്രാൻസിസ്കൻ. ഇവിടെ ഇരുന്ന ലോക്കൽ സുപ്പീരിയേഴ്സിനും മറ്റേ അച്ഛന്മാരെല്ലാം ആകെ ചമ്മിപ്പോയി. അന്ന് അവിടെ ഒരു തിയോളജിക്കൽ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ, തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തുള്ള അത് ട്രിനിറ്റിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ട്രിനിറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ജനറാളച്ചൻ അവിടെ ഇരുന്ന് ഉറങ്ങാണ്, ഒന്നും മനസ്സിലാവണില്ല ട്രിനിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കെ ആ ടവലെടുത്ത് അങ്ങനെ ഇരിക്കെ അന്ന് വൈകുന്നേരത്ത് കുപ്പർട്ടീനോ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ആളെണ്ണിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തണവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ജനറാളച്ചൻ രാത്രി ആയപ്പോൾ അവിടെ വന്നിരുന്നു. അവിടെ ഗസ്റ്റ് റൂമിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഇച്ചിരി തീ കായാന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ തീ കായാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു, അവിടെ ഇന്ന് വലിയൊരു ഡിസ്കഷനും മീറ്റിങ്ങൊക്കെ ആയിരുന്നു, ട്രിനിറ്റിനെ കുറിച്ചുള്ള പഠനമായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ജനറാളച്ചൻ പറഞ്ഞു. കുപ്പർട്ടീനോ പറയാണ്, അതിനെന്താ അത് ഇത്ര മനസ്സിലാക്കാൻ? ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ 1 God in 3 pieces, 3 in 1. ചേടാ ജനറാളച്ചൻ പറഞ്ഞു, എടാ ഇത്ര പെട്ടെന്ന് നിനക്ക് ട്രിനിറ്റി മനസ്സിലായോ? 1 God in 3 persons. അതാണ് ട്രിനിറ്റി. ജനറാളച്ചന് ഇവൻ്റെ തിയോളജി ഭയങ്കര ഇഷ്ടമായി. അവസാനം വിസിറ്റ് കഴിഞ്ഞ് പോണ നേരത്ത് ലോക്കൽ സുപ്പീരിയറിനെ വിളിച്ചിട്ട് പറഞ്ഞേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? അങ്ങ് പറഞ്ഞാലും. ഈ കുപ്പർട്ടീനോനെ അച്ഛനാക്കണം. ഈ മരമണ്ടൻ അച്ഛനാക്കണം. തൊഴുത്തിൽ ചാളോ മാറാൻ നിൽക്കണം, അവനെ അച്ഛനാക്കാനോ? എല്ലാ ലോക്കൽ സുപ്പീരിയേഴ്സിനും ഡീനും എല്ലാം ആകെ തലവേദനയായി. ജനറാളച്ചൻ ഒന്നുകൂടി നോക്കി, ഇവർക്ക് ആർക്കും ഒരു മയമില്ല, ഒരു നിവൃത്തിയില്ല, ഇവനെ അച്ഛനാക്കാൻ ഒരു നിവൃത്തിയില്ല. അത് കഴിഞ്ഞപ്പോൾ ജനറാളച്ചൻ പറഞ്ഞു, ദിസ് ഈസ് ആൻ ഓർഡർ, ഒബെയ്ഡ്. ഇനി വല്ലതും ചെയ്യാൻ പറ്റും. അങ്ങനെ പിറ്റേ ദിവസം മുതൽ അവിടുത്തെ മറ്റുള്ള അസിസ്റ്റൻ്റ് ഡീനും ഇവരെല്ലാവരും കൂടി കുപ്പർട്ടീനോനെ വേദം പഠിപ്പിക്കാൻ തുടങ്ങി. അവനോട് എന്ത് പറഞ്ഞാലും, യോഹന്നാൻ്റെ സുവിശേഷം പറയാൻ പറഞ്ഞാലും, ഒരാൾക്ക് 100 ആടുകളുണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ 99 വിട്ടിട്ട് അവനും നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഉടനെ പോയി. ഇത് മാത്രം ആൾക്ക് അറിഞ്ഞോളൂ. ലൂക്ക് 15 കാണാപ്പാടം അറിയാം, വേറെ ബൈബിളിൽ ഒന്നും അറിഞ്ഞൂടാ. എന്ത് ചോദിച്ചാലും ഉടനെ ഇത് പറയും. പഠിപ്പിക്കണ അച്ഛന്മാർ തോറ്റു. അങ്ങനെ ഇരിക്കുമ്പോൾ സബ്ഡീക്കനേറ്റിൻ്റെ ടെസ്റ്റിന് ബിഷപ്പുമാരൊക്കെ വന്നേക്കണം, അവിടെ പോകണം. അത് പാസ്സായാലല്ലേ ഫർദർ പഠിക്കാൻ പറ്റുള്ളൂ. ഇവനെ പറഞ്ഞു വിട്ടു. ഇവനൊരു ആപ്പിളൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അവിടെ ഓരോരുത്തർ പുസ്തകങ്ങളൊക്കെ വായിച്ച് നോക്കണം, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്കൂളിൽ പരീക്ഷയുടെ ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പറേഷന്മാർ പുസ്തകങ്ങളൊക്കെ. ഇവരിതൊന്നും നോക്കണില്ല, ചുമ്മാ കടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും പേര് വിളിച്ച്, ജോസഫ് കുപ്പർട്ടീനോ. ഓക്കെ ഓടിച്ചെന്ന് പറഞ്ഞു, പ്ലീസ് സിറ്റ് ഡൗൺ. വി ആർ ഗോയിങ് ടു ആസ്ക് യു to recite 1 chapter of the Bible. You understand that? Yes. ബൈബിളിലെ ഒരു ചാപ്റ്റർ മുഴുവനും കാണാപ്പാഠം പറയണം. എവിടെ നിന്ന് വേണം ചോദിക്കാം. ഇവനാകെ അന്തം വിട്ടിരിക്കുകയാണ്.
Are you ready? Yes, yes, yes. Luke chapter 15. വിശ്വസിക്കാൻ പറ്റണില്ല. What? Luke 15? Yes, Luke 15. ഇവനങ്ങ് തുടങ്ങിയിട്ട് പിന്നെ നിർത്താൻ പറ്റണില്ല. One man has 100 sheep and he left one of these and he left 99 sheep and went for the stop. നിർത്തണില്ല. അതങ്ങ് സ്റ്റാർട്ടായ പിന്നെ നിർത്താൻ പറ്റില്ല. ആ ലൂക്ക് 15 മുഴുവനും അങ്ങ് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇന്റർവ്യൂ ബോർഡ് ബിഷപ്പ് വരക്ക, യു ആർ വെൽ ഡൺ, വെരി ഗുഡ്, യു ആർ പാസ്ഡ്. ഇവൻ എന്നിട്ട് ഭയങ്കര അലസനായിട്ട് മടങ്ങി കോവേന്തയിൽ വന്നപ്പോൾ പ്രിയോരച്ഛനൊക്കെ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നീ തോറ്റു, നീ ജയിച്ച് വിഷമിക്കൊന്നും വേണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് ജയിക്കാം. അല്ല, ഞാൻ ജയിച്ചു. നീ എങ്ങനെ ജയിച്ചു? എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞു, ഒരു ചാപ്റ്റർ മുഴുവനും പറയണമെന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന ആകെ കൂടി ലൂക്ക് 15 ആണ്. അതാണ് അവർ ചോദിച്ചത്. അതുകൊണ്ടാണ് കുപ്പർട്ടീനോൻ്റെ മധ്യസ്ഥമെടുത്ത് പരീക്ഷയ്ക്ക് എഴുതാൻ പോകണമെന്ന് പറയണത്. പഠിച്ചത് മാത്രമേ ചോദിക്കുകയുള്ളൂ. നോക്കിക്കോ ഇതൊക്കെ. അതുകൊണ്ട് സിസ്റ്റർമാർ പഠിപ്പിക്കുന്നവരൊക്കെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ചോ ഇത്. എന്തിനു പറയണു? അത് കഴിഞ്ഞ് പുള്ളീനെ തിയോളജി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കെ എല്ലാം ഒരു ഇതൊക്കെ പഠിപ്പിച്ച് ഫൈനൽ ഇൻ്റർവ്യൂ, അച്ഛനാവുന്നതിൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ, അവിടേക്ക് ആശാനിങ്ങനെ ചെല്ലുകയാണ്. അപ്പോഴും ഒരുപാട് പേര്, മറ്റുള്ള ഡീക്കന്മാരെല്ലാവരും ഭയങ്കര പ്രിപ്പറേഷനൊക്കെ നടത്തി പുസ്തകങ്ങളൊക്കെ നോക്കിയൊക്കെ വായിച്ച് എന്ത് ചോദിച്ചാലും ഉത്തരം പറയാനായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആർച്ച് ബിഷപ്പാണ് വരുന്നത്. ഈ ആർച്ച് ബിഷപ്പ് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. പലരും പറയാണ്, ദിസ് ആർച്ച് ബിഷപ്പ് ഈസ് വെരി സ്ട്രിക്റ്റ്, യു ഹാവ് ടു ബി വെരി കെയർഫുൾ, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ വന്നു. എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുന്നു. ആർച്ച് ബിഷപ്പ് മറ്റ് 2 ബിഷപ്പ്മാരുടെ അകമ്പടിയോടെ വരുന്നു. നോക്കിയപ്പോൾ ഇതാരായി ആർച്ച് ബിഷപ്പ്? അന്ന് കണ്ട ആ ജനറാളച്ഛനാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പായിട്ട് വന്നേക്കണേ. ജനറാളച്ഛൻ കണ്ടപ്പോൾ, ഐ ഹാവ് സീൻ യു സംവെയർ, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓ, ജോസഫ് കുപ്പർട്ടീനോ, ഈവൻ ഓൾറെഡി പാസ്ഡ്, ഹി വിൽ ബി എ വെരി ഗുഡ് പ്രീസ്റ്റ്, ഹി ഈസ് പാസ്ഡ്. ആദ്യം അവനെ പാസ്സാക്കി, ഒന്നും ചോദിച്ചില്ല. കാരണം ട്രിനിറ്റിയുടെ കാര്യമൊക്കെ അവിടെ തിയോളജിയൻസ് പറഞ്ഞിട്ട് ട്രിനിറ്റി അദ്ദേഹത്തിന് മനസ്സിലായില്ല. കുപ്പർട്ടീനോ ഒറ്റ നിമിഷം കൊണ്ട് ട്രിനിറ്റി മനസ്സിലാക്കി കൊടുത്തു. എന്തിനും പറയണു, അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പുത്തൻ കുർബാന ചെല്ലുന്ന സമയത്ത് എല്ലാവരും നോക്കി നിൽക്കേ ഈ കുപ്പർട്ടീനോ അങ്ങ് പൊങ്ങി അങ്ങ് പോണു. കുപ്പർട്ടീനോ പോണിങ്ങനെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ഒന്നും അറിയാത്ത മരമണ്ടനായിട്ട് തൊഴുത്തിൽ ചാണകം വാരി നടന്ന കുപ്പർട്ടീനോ ആണ് ഏറ്റവും വലിയ വിശുദ്ധനായ, പറക്കുന്ന വിശുദ്ധനായി മാറിയത്. ഹി ഈസ് ദ സെയിൻറ്റ് ഓഫ് ആസ്ട്രോണോട്ട്. ഇതിൻ്റെ മേരൊക്കെ കോരിത്തരിക്കുകയാണ്. സ്നേഹമുള്ളവരെയും, നമ്മുടെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ ഇതൊന്ന് പരിഗണിക്കണം, നല്ലതാണ്. നമ്മൾ വിചാരിക്കും ഇവനാകെ പൊട്ടനാണ്, ഒന്നിനും കൊള്ളൂരാത്തവൻ. ചിലപ്പോൾ അവരെ ആയിരിക്കും കർത്താവിന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ കുറേ വിശുദ്ധന്മാരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാമെന്ന്. സോറി ഇത്രയും എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടി വന്നതിൽ. പക്ഷേ ഈ വിശുദ്ധരുടെ ഗണത്തിൽ ഇങ്ങനെ ഒന്നും അറിയാത്തവരെ കർത്താവ് എല്ലാം കൊടുത്ത് പറക്കുന്ന വിശുദ്ധൻ. എന്തോ ഒരു വലിയ രഹസ്യങ്ങളാണ് കുപ്പർട്ടീനോയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. പിന്നെ വീണ്ടും അടുത്ത് മനസ്സിൽ വരുന്ന ഒരു വിശുദ്ധ ബെർണാഡെത്ത്.
ഇന്ന് കാണുന്ന ലൂർദ്, ആ ലൂർദിൽ കോടാനുകോടി ആളുകൾ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതും മാതാവിനാൽ നയിക്കപ്പെടുന്നതും ആരംഭിച്ചത് ഒരു പീസൻ ഗേൾ, ഒരു വില്ലേജ് ഗേൾ, ഒരു അൺഎഡ്യൂക്കേറ്റഡ് ഗേൾ, ഒരു ക്ലാസ് പോലും പഠിക്കാത്ത ആ പെങ്കൊച്ച് വിറക് പറക്കാൻ അവിടെ പോകുമ്പോൾ അവിടെ ആ പാറകളുടെ ഇടയിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീ ദർശനത്തിൽ കാണുന്നു. വീണ്ടും കോരിത്തിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെയുള്ള ഒന്നും അറിയാത്ത ആളുകളെ കർത്താവ് ഇങ്ങനെയുള്ള കാര്യത്തിന് തിരഞ്ഞെടുത്തത്? എന്തോ ഒരു ഭയാനകമായ പ്രശ്നങ്ങളിലൂടെ പിന്നീട് അത് കാരണം അവൾക്ക് കടന്നു പോകേണ്ടി വന്നു. ബെർണാഡത്തിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു വാക്കിതാണ് വിശ്വാസം എന്നത്, അല്ലെങ്കിൽ the one who believe need no explanation. The one who believes need no explanation. The one who do not believe cannot be explained also. അല്ലെങ്കിൽ no explanation is needed for those who believe. അതാണ്, no explanation is needed for those who believe. No explanation is possible for those who do not believe. ആ ബെർണാഡത്തിൻ്റെ ജീവിതം ആണ് ഫ്രാൻസിലും ലൂർദിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിശുദ്ധ. സിമ്പിൾ, കംപ്ലീറ്റ് സിംപ്ലിസിറ്റി. അപ്പോൾ ഈ കംപ്ലീറ്റ് സിംപ്ലിസിറ്റി ഈ വിശുദ്ധരുടെ ഒരു പ്രത്യേകതയാണ്. നിരവധി വിശുദ്ധരുടെ ജീവിതത്തിൽ മരിയ വിയാനി പുണ്യവാളൻ്റെ ആർസിൽ പോയി കഴിഞ്ഞാൽ കാണാം, വെറും കുറച്ച് ഉരുളക്കിഴങ്ങും ഇച്ചിരി സവോളയും കൊണ്ടാണ് ആൾ ജീവിക്കുന്നത് മുഴുവനും. ഓക്കെ, നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധരുടെ ലുത്തിനിയെ പാടുമ്പോൾ ഇന്നലത്തേതിന് വ്യത്യസ്തമായ മറ്റ് ഒരു തരംഗം നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവനീതിയെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ ഏറ്റവും കുഞ്ഞുങ്ങൾക്കാണത് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ബെർണാഡത്തും കുപ്പർട്ടീനോവും കൊച്ചു ത്രേസ്യയും അതുപോലെ തന്നെ സിയന്നയിലെ കാതറിനും ഇങ്ങനെയുള്ള ഒരുപാട് വിശുദ്ധരുണ്ട്. സമൂഹത്തിൽ വലിയ വിദ്യാഭ്യാസമോ കഴിവുകളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ നമുക്ക് ആ വിശുദ്ധരുടെ എല്ലാം മധ്യസ്ഥം എടുത്തുകൊണ്ട് നമുക്കും അതുപോലെ ഒരു വിശുദ്ധയാകണം. നമ്മൾ അതുപോലെ ദൈവജ്ഞാനം കൊണ്ട് നിറയണം. നമ്മൾ അവരോട് കൂടെയാണ്. നമ്മൾ അവരടങ്ങുന്ന ഒരു സമൂഹത്തിലെ അംഗങ്ങളാണ്.